അമ്മയിലേക്ക് ഒരിക്കൽ പോകുന്നു. അമ്മ, ഇവിടെ ഇയാളല്ല, അർജുനല്ല, മറ്റൊരാളാണ് പ്രതി എന്ന സാധ്യതയെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇവൻ തന്നെയാണ് പ്രതി. അവൻ പ്രതിയല്ലെങ്കിൽ അവൻ എൻ്റെ കുഞ്ഞിനെ 3 ദിവസമായിട്ട് കണ്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടെ അന്വേഷിച്ച പിള്ളേരൊക്കെ രാവിലെ കണ്ട്, ഉച്ചയ്ക്ക് കണ്ട് എന്നൊക്കെയാണ് ഈ പിള്ളേരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവൻ മാത്രമാണ് ഞാൻ 3 ദിവസമായിട്ട് ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത്. പിന്നെ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് അവർ ചോദിക്കുമ്പോൾ ഒന്നിച്ചുള്ള മറുപടി പറയണമെന്ന് അവൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടും പോയിട്ടുണ്ട്. എൻ്റെ മോൻ ഉൾപ്പെടെ അതിൻ്റെ കൂടെ ഉണ്ട്. അവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ഈ വാക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ പോരെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്ത ലായമാണ്, ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞിരുന്നവരുമാണ്. വൈഫാണ് പറഞ്ഞത്. അതെ, തൊട്ടടുത്ത മുറിയാ. വലിയ സ്നേഹം കുഞ്ഞിനോട് എപ്പോഴും കാണിക്കുകയും ചെയ്യുന്ന ആളാണ്. അവൻ എപ്പോഴാ അവൻ കുഞ്ഞിന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അവൻ്റെ വീട്ടിലോട്ട് കുഞ്ഞ് പോകും. അവിടെ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ട്. അപ്പം അവനാണ് എൻ്റെ കുഞ്ഞിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്നത്. ബൈക്കിൽ കൊണ്ടുവിടും. അങ്ങനെയൊക്കെ നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു സംശയമില്ല. എൻ്റെ കുഞ്ഞിനെ പോലെയല്ല, എൻ്റെ ചെറുക്കനെ പോലെ അവനും. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമൊന്നും ഇല്ലായിരുന്നു അവനെ പറ്റി. അപ്പോൾ ഇവിടെ ഈ ലെയ്ത്തിലുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിക്കാൻ പോകുന്ന പിള്ളേരാണ്. ഈ ലെയ്ത്തിൽ വീട്ടിലിരിക്കുന്ന ഒരേ ചെറുക്കനുണ്ടെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ. അവനും അവൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. പെങ്ങളും അവനുമായിട്ട് 4 കൊല്ലമായിട്ട് മിണ്ടത്തില്ല. ഏതാണ്ട് വീട്ടിൽ ഏതാണ്ട് ഒരു പ്രശ്നമായിട്ട് 2 പേരും മിണ്ടത്തില്ലായിരുന്നേ. അങ്ങനത്തെ അവൻ. എന്തുകൊണ്ടാണ് ഈ അർജുൻ തന്നെയാണ് എന്ന് അമ്മയ്ക്ക് അത്ര ഉറപ്പുണ്ടാവാൻ തോന്നാനുള്ള കാരണം? അതല്ലാതെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള ചിന്ത പോലും പോകാത്ത എന്താണ്? ഇവൻ ചെയ്തത് ഒന്നും അവൻ ഏൽക്കുന്നില്ല. നീ എൻ്റെ കുട്ടിക്ക് മുട്ടായി കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല, കൊടുത്തിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ 4 ദിവസമായിട്ട് കണ്ടിട്ടില്ല. അവൻ അന്ന് എൻ്റെ കുഞ്ഞ് മരിച്ച ദിവസം അവൻ കണ്ടിട്ടുണ്ട്. ഞാൻ 3 ദിവസമായിട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ്. ഇവൻ എന്നും ചോക്ലേറ്റ് വാങ്ങിക്കുന്ന കടയിൽ ചെന്ന് ഇവനെയും കൊണ്ട് അന്വേഷിച്ച് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവനാണ് എന്നും വന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ഇവൻ കോടതി പറഞ്ഞേക്കുന്നത് ആ കടയിലുള്ള ആരെയും എനിക്ക് അറിയത്തില്ലെന്ന്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവനിങ്ങനെ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവനിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ എൻ്റെ മോനെ പോലെ ഞാൻ നോക്കിയതല്ലേ. എൻ്റെ കുഞ്ഞ് മരിച്ച അടക്കം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മുമ്പിൽ ഇരുന്ന് അവൻ കരയുന്നത്. എൻ്റെ കുഞ്ഞിന് 3-ാമത്തെ ദിവസം കുഴിക്കകത്ത് പാൽ ഒഴിക്കാൻ പോലും എൻ്റെ ഭർത്താവ് അവനെ വിളിച്ച് പാൽ ഒഴിക്കാൻ വെക്കുക. എന്നിട്ട് പോലും ഞങ്ങളവനെ വിശ്വസിച്ചില്ലല്ലോ. ഇവനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പിന്നെയാണ്. അപ്പോൾ ഇവൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ വർത്തമാനം പറയേണ്ട കാര്യമില്ല. ഇവിടെ കുഞ്ഞു പിള്ളേർ പോലും കുഞ്ഞിനെ ഞാൻ ഈ സമയത്ത് കണ്ട്, ഉച്ചയ്ക്ക് കണ്ട്, രാവിലെ കണ്ട്, ഉച്ചയ്ക്ക് അവൾ ട്യൂഷന് പോയപ്പം കണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇവൻ മാത്രമാണ് ഞാൻ 4 ദിവസമായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയുന്നത്. എന്നിട്ട് ഇത്രയും കാര്യം നടത്തിയിട്ട് അവൻ ഞങ്ങളുടെ മുമ്പിൽ അവൻ എൻ്റെ കുഞ്ഞ് മരിച്ച ദിവസം പടുത കെട്ടാനും ടേബിൾ എടുത്ത് ഇടാനും പല കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് അവൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ മുറിയിലൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് അവിടുന്ന് അത്യാവശ്യം മാറ്റേണ്ട സാധനമൊക്കെ മാറ്റിയിട്ടുണ്ടാകണം അമ്മ. അവൻ്റെ വീട്ടിൽ. പക്ഷേ ഞങ്ങളുടെ ഈ പൂജാമുറി ഇവർ സീൽ ചെയ്തു. ഞങ്ങളുടെ വീട് സീൽ ചെയ്തു. ഇവിടെ ആരും അകത്തോട്ട് കയറാനോ പുറത്ത് വരാനോ ഒന്നും ചെയ്തില്ല. ഞങ്ങളിവിടെ വന്നിട്ടൊന്നുമില്ല. ഇവനെ അറസ്റ്റ് ചെയ്ത് പിന്നെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഈ വീട് പൂട്ടിയാണ് കിടന്നത്. ഞങ്ങൾ ആരെയും അകത്ത് വിട്ടിട്ടില്ലായിരുന്നു. 2 പ്രാവശ്യം അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. അവൻ തന്നെയാണ് അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അവൻ്റെ ഡ്രസ്സൊക്കെ ആദ്യം അവൻ ഇട്ടിരുന്ന ഡ്രസ്സ് അവൻ കഴുകി ഒരു ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ തന്നെയാണ് എടുത്ത് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് അവൻ അതുപോലെ വേറൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ആശുപത്രിയിലോട്ട് അവൻ പോയേക്കുന്നത്. അപ്പം അവൻ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന് വന്ന് ഈ എവിഡൻസ് ഒക്കെ? ഇത്രയും നക്ഷത്രം പോലെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ പ്രതി പോലീസ് വീഴ്ചയിൽ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കുന്നുണ്ടോ?
പക്ഷെ ഞങ്ങളിപ്പോൾ എന്നാ പറയാന്, ഞങ്ങൾക്ക് ഈ ഇവനെ വിട്ടത് വന്നിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. ഇത്രയും എവിഡൻസ് കൊണ്ടായിട്ട് ഇവൻ എങ്ങനെ വെളി വന്ന്? അപ്പം ഇതിന് ആരൊക്കെ കൂട്ടുണ്ട്? അത് ഞങ്ങൾ പോലീസുകാരായാലും ശരി, ഞങ്ങൾ കോടതിയായാലും ശരി, ഒത്തിരി ഞങ്ങൾ വിശ്വസിച്ച് പോയി. ഇവന് ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള ഒരു ഉറപ്പിലായിരുന്നു ഞങ്ങൾ. കുറ്റപത്രം വായിച്ചിട്ടില്ല. അകത്ത് കയറി ഉടനെ അറ്റൻഡൻസ് ഇട്ട് അവനെ അവിടെ ഇരുത്തി വെച്ച് ജഡ്ജി കേസ് ഡിസ്പോസ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. ഈ കുറ്റപത്രം വായിച്ചില്ല. എന്നൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ 1 മാസത്തിന് മുമ്പ് തന്നെ ആ പ്രതിയുടെ അച്ഛൻ ഇവിടെ എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ മോൻ അടുത്ത ആഴ്ച വന്നേക്കും, അവൻ നിരപരാധിയാന്ന് പറഞ്ഞ് വെളി വരുമെന്ന്. അപ്പൊ ഇതിനു മുമ്പ് അവൻ അറിഞ്ഞു കാണും. പ്രതിയുടെ അച്ഛൻ ആ ഒരു ആത്മവിശ്വാസം കിട്ടാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഈ പ്രതിയുടെ അച്ഛനൊക്കെ ചേർന്നാണല്ലേ? അച്ഛനാ, പ്രതിയുടെ അച്ഛനാണ് കുഞ്ഞിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. പ്രതിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം, എന്നിട്ടും വേറെ ഒരാളിനെ വിളിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോയത്. ആ സമയം കൊണ്ടാണ് ഇവൻ വന്ന് ഇവിടെ വന്ന് അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റി എടുത്തിട്ട് അവൻ പുറകിൽ പോയേക്കുന്നത്. ഞാൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു, ഞാൻ ജോലിക്ക് പോയി. ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കൊച്ചിനെ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കണ്ടത്. ഈ സംഭവങ്ങളൊന്നും എൻ്റെ കുഞ്ഞിനെ ഇവിടെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കാട്ടിരുന്ന്, ഞാൻ വേല സ്ഥലത്തിരുന്ന് ഞാൻ വീട്ടിൽ വന്നത്. എല്ലാ ദിവസവും ജോലിക്ക് പോകണം, ജോലിക്ക് പോയാൽ മാത്രമേ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള പൈസ കിട്ടുള്ളൂ. അതെ, അതുകൊണ്ടാണ് ആ കുട്ടി ഒറ്റയ്ക്കായത്. അതുകൊണ്ടാണ് ഇവൻ ഇത്തരം അതിക്രമം കാണിക്കാൻ കഴിയുന്നതല്ലേ? അതെ അതെ, ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീടിനകത്ത് നോക്കിയാൽ നല്ലോണം അറിയാം കുഞ്ഞ് ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവൻ നോക്കുന്നതുണ്ട്. നോക്കി വെച്ച് ഞങ്ങളൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഈ പരിപാടി ചെയ്യുന്നത്. CR നീലകണ്ഠൻ 50 രൂപയുടെ മുട്ടായി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കടക്കാരൻ പറയുന്നുണ്ട് കൂടെ ഇയാൾ ഈ കടയിൽ നിന്ന് മുട്ടായി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ ദിവസം കടയിൽ നിന്ന് മുട്ടായി വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും ഒരു തിരക്കും ധൃതിയും കാണിക്കുന്നുണ്ടെന്ന് കടക്കാരൻ പറയുന്നുണ്ട്. സാഹചര്യ തെളിവുണ്ട്, 48 സാക്ഷികൾ, ഒരാൾ പോലും ഇക്കാര്യത്തിൽ മധു കേസിൽ പണ്ട പോലെ കൂറുമാറിയില്ല. CR നീലകണ്ഠൻ പാവ അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം പോയി പണിയെടുത്ത് കിട്ടുന്ന ആ കൂലി കൊണ്ട് എന്താണ് വീട്ടിൽ കഞ്ഞി വെക്കുന്ന അമ്മയാണ്. എങ്ങനെ നമുക്ക് നീതി വഴി കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് CR? അന്ന് പോലും സാറേ എൻ്റെ കുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വേലയ്ക്ക് ഉച്ച കഴിഞ്ഞ് പറഞ്ഞു അമ്മ പറഞ്ഞു അന്ന് അവൾ 12:30-ക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്ന്. അപ്പോൾ ഞാൻ ഉണ്ണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും. വന്നിട്ട് പോകുമ്പോൾ അവളും കറക്റ്റായിട്ട് മോൻ ചെന്ന് വിളിച്ചോണ്ട് വന്ന് ഉടനെ ഞാൻ അവൻ്റെ വീട് വഴിയാണ് ഞങ്ങൾ താഴോട്ട് ജോലിക്ക് പോകുന്നത്. അന്നേരം അവൻ വാതൊക്കെ ഇരിക്കുക എൻ്റെ കുഞ്ഞിനെ. അപ്പോൾ അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരെ വന്ന് എനിക്ക് ടാറ്റായും കാണിച്ച് ഒരു ഉമ്മയൊക്കെ തന്ന അവൾ എന്നെ പറഞ്ഞു വിടുന്ന. ഒരു 3:45-4 മണിയൊക്കെ ആയപ്പോഴാണ് ഇതുപോലെ കർഷക സുഖമില്ല, മോക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കുക. അവൻ്റെ വലിയപ്പനായിരുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അയാളാണ് പറഞ്ഞത് നീ പെട്ടെന്ന് വീട്ടിൽ പൊക്കോന്ന്. ആ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ഞാൻ ആശുപത്രിയിലോട്ട് ഓടിയപ്പോൾ എന്നെ ആരും വിട്ടില്ല. അവൾക്കൊന്നുമില്ല, അവൾക്ക് ചെറിയൊരു മയക്കം വന്ന് പറഞ്ഞ് തിരിച്ചവളെ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടും ലാസ്റ്റ് എൻ്റെ കുഞ്ഞിനെ 3 ദിവസമായിട്ട് കണ്ടില്ല. അവനെ കരഞ്ഞോണ്ട് വന്നവൻ്റെ അപ്പൻ്റെ അടുത്ത് പറയുക 3 ദിവസം കഴിഞ്ഞ് അയ്യോ എന്നെ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയായിട്ടുണ്ട് അച്ഛന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ചോദിക്കണ്ടേ, നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ നീ പേടിക്കണ്ടേ, നീ എന്തിനാടാ പേടിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വാക്ക് എൻ്റെ അച്ഛൻ ചോദിക്കണ്ടേ? ഒന്നുമേ അമ്മ ചോദിച്ചിട്ടില്ല. വന്ന് പറഞ്ഞ് കരയുക അച്ഛൻ്റെ അടുത്ത്, എന്നെ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയായിട്ടിരിക്കുക എന്ന്. ഒന്നും ചെയ്തില്ല, എന്തിനാണ് പേടി? ചെയ്യത്തും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയും പിള്ളേർ ധൈര്യമായിട്ട് നിൽക്കുമ്പോൾ ഇവൻ ചെയ്തില്ലെങ്കിൽ ഇവൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കേരളം കേൾക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. ഏത് രീതിയിലാണ് ഒരു പാവം ഈ പറയുന്ന പോലെ അതത് ദിവസം പോയി ജോലിക്ക് പോയി, ലായങ്ങളുടെ ദുരവസ്ഥ നമുക്ക് നേരത്തെ അറിയാം. അങ്ങനെ ദുരവസ്ഥയിൽ കഴിയുന്ന ഒരു കുഞ്ഞിനോട് ഒരുത്തൻ ചെയ്തതിന്
അതിൻ്റെ അമ്മയ്ക്കുണ്ടായ നഷ്ടം, അതിൽ പോലീസ് വീഴ്ചയിൽ എങ്ങനെ സുന്ദരമായി ഊരിപ്പോയി എന്ന് കേരളം കാണുന്നു. ഞാൻ തിരികെത്തും ഇടവേളയ്ക്ക് ശേഷം.